والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد. പരിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായമായ സൂറത്തുൽ മുഅ്മിനൂനിലെ 13-ാമത്തെ ആയത്തിന്റെ വിശദീകരണമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. മനുഷ്യവർഗത്തിന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലാഹു തആല ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത്. മനുഷ്യവർഗത്തെ എന്തിനു സൃഷ്ടിച്ചു, സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എന്താണ്, എങ്ങനെയാണ് മനുഷ്യവർഗത്തിന്റെ സൃഷ്ടിപ്പിന്റെ ആരംഭം, തുടക്കം, എങ്ങനെയാണ് ആ സൃഷ്ടി പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ثم جعلناه نطفة في قرار مكين. അതാണ് 13-ാമത്തെ നമ്മൾ പഠിച്ചിരുന്നത്. പിന്നീട് ഒരു നുത്ഫത്തായിക്കൊണ്ട് അഥവാ ഒരു ബീജമായിക്കൊണ്ട് അവനെ നാം ഭദ്രമായ ഒരു സ്ഥാനത്ത് വെച്ചു. കരാറുമാക്കി ഭദ്രമായ ഒരു സ്ഥാനം, ഭദ്രമായ ഒരു സ്ഥാനത്ത് ഒരു ബീജമായിക്കൊണ്ട് നുത്ഫത്തായിക്കൊണ്ട് അവനെ നാം വെച്ചു. നമ്മൾ ഈ ആയത്ത് കാണാതെ പഠിച്ചു, അതിൻ്റെ ഗതീയ നിയമങ്ങൾ പഠിച്ചു, വാക്കിക അർത്ഥങ്ങൾ പഠിച്ചു. നുത്ഫത്ത് എന്ന പദം പരിശുദ്ധ ഖുർആനിൽ 12 തവണ ആവർത്തിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഈ 12 തവണ നുത്ഫത്ത് അല്ലാഹു തആല ആവർത്തിക്കുകയും എന്നിട്ട് 10 സന്ദേശങ്ങൾ, 10 മെസ്സേജുകളാണ് അല്ലാഹു തആല നമുക്ക് ഈ ആയത്തിലൂടെ നൽകുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അതിൽ 3 നമ്മൾ പറഞ്ഞു. അല്ലെ, ഒന്നാമത്തെ തൗഹീദ്, 2 തൗഹീദ് ആഖിറത്ത്, 3-ാമത്തത് ഉംറ, അല്ലെ, 4-ാമത്തത് അതെ ഉംറ ആയിസ്. അതിൽ 1-ാമത്തെ തൗഹീദ്, 2-ാമത്തെ തൗഹീദ് ആഖിറത്ത്, 3-ാമത്തെ സന്ദേശം ഉംറ ആയിസ്, 4-ാമത്തത് ഉംറ ആഖിറത്ത്. 1 തൗഹീദ്, 2 തൗഹീദ് ആഖിറത്ത്, 3 ഉംറ, 4-ാമത്തത് ഉംറ ആഖിറത്ത്. അതാണ് 4-ാമത്തെ സന്ദേശം. നമ്മൾ എഴുതി വെക്കേണ്ടതാണ്. 4-ാമത്തതാണ് നമുക്ക് എഴുതാൻ പറ്റും. 3 നമ്മൾ പറഞ്ഞു. 4-ാമത്തത് ഉംറയും ആഖിറവുമാണ് അല്ലാഹു തആല 4-ാമത്തെ സന്ദേശമായി നമുക്ക് പറഞ്ഞു തരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഉംറ മനുഷ്യന്റെ ആയുസ്, വയസ്സെന്ന് പറയും, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആയുസാണ്. ആയുസാണ് ഉദ്ദേശിക്കുന്നത്. ഇനി 4-ാമത്തെ സന്ദേശം ഉംറയും ആഖിറവും കൂടിയാണ്. നമ്മുടെ ആയുസ്, ദുനിയാവിലെ ആയുസ്, ആഖിറവും. ഈ മെസ്സേജ് പറയാനാണ് പരിശുദ്ധ ഖുർആനിൽ 4-ാമതായ നുത്ഫത്ത് എന്ന പ്രയോഗം ഉപയോഗിച്ചു. നമുക്ക് നോക്കേണ്ടത് 40-ാം അധ്യായത്തിലെ 67-ാമത്തെ ആയത്താണ്. 40-67. പരിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ സൂറത്ത് വായിക്കാം. 40-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ ഓഫർ. അതിലെ 67-ാമത്തെ വായിച്ചോളി. هو الذي خلقكم من تراب ثم من نطفة ثم من علقة ثم يخرجكم طفلا ثم لتبلغوا أشدكم ثم لتكونوا شيوخا ومنكم من يتوفى من قبل ولتبلغوا أجلا مسمى ولعلكم تعقلون. എന്താണ് ആയത്ത് ശ്രദ്ധിക്കുക. هو الذي അല്ലാഹുവാണ് ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചത്. മിൻ തുറാബിൻ, മണ്ണിൽ നിന്ന്
നിങ്ങളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. നമ്മളെ ആദനബിയെ സൃഷ്ടിച്ച ഹവ്വായെ സൃഷ്ടിച്ചതാണ് പറഞ്ഞത്. പിന്നീട് മിൻ നുത്ഫത്തിൻ, പിന്നീട് അവരെ സൃഷ്ടിച്ചത് നുത്ഫത്തിലാണ്. നുത്ഫത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് ബീജം. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. മിൻ അലഖത്തിൻ, പിന്നീട് ഗുണത്തിൽ, അഥവാ അത് നുത്ഫത്തിൽ പിന്നെ എന്തായി മാറി? അലഖത്തായിട്ട് ഗുണമായിട്ട് മാറി. പിന്നീട് ഒരു ശിശുവായി, ഒരു കുട്ടിയായി, ഒരു തിഫിലായി, ഒരു ശിശുവായി നിങ്ങൾ അങ്ങനെ പുറത്ത് കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ ഒരു മനുഷ്യൻ നമ്മളെങ്ങനെയാണ് നമ്മളായത്? നുത്ഫത്തിന്റെ അലക്കത്തായി. ഇനി ആ അലക്കത്തിന്റെ അതിന്റെ ബാക്കി വേറെ കാര്യങ്ങളാണെങ്കിൽ വരുന്നതിന് ബാക്കി. പിന്നെ അതിനുശേഷം ഒരുപാട് പ്രക്രിയകളുണ്ട്. അള്ളാഹു അതുകൊണ്ട് വിശദീകരിക്കാതെ നുത്ഫത്ത് പറഞ്ഞു, പിന്നെ അലക്കത്ത് പറഞ്ഞു, പിന്നെ പറഞ്ഞത് അതെന്താണ്? ഒരു കുട്ടിയായി, ഒരു കുട്ടിയായി പുറത്തേക്ക് പിന്നീട് ഈ തൗലോകവും അശുദ്ധവും, പിന്നീട് നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണമായ ശക്തി പ്രാപിക്കുകയും ചെയ്യും. പൂർണ്ണമായ ശക്തി പ്രാപിക്കുക എന്നാൽ ഒരു കുട്ടിയായി, കുട്ടിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. കുട്ടി വലുതായി അങ്ങനെ ഒരു മനുഷ്യൻ്റെതായ പക്വതയും പാകതയും പൂർണ്ണമായ ശക്തിയുമെല്ലാം പ്രാപിച്ചു. പിന്നീട് ഈ തക്കൂറും ശിരോഹ വൃദ്ധരായി തീരും. പിന്നീട് തക്കൂറും ശിരോഹ വൃദ്ധരായ വയസ്സന്മാരായിട്ട് നിങ്ങളെ കൂട്ടത്തിലുണ്ട് അതിന് മുമ്പേ മരണപ്പെട്ടു. വയസ്സാകാതെ മരിച്ചുപോയി. ഒരു മനുഷ്യന്റെ ശരാശരി ആയുസിനെ കുറിച്ചാണ്, ഒരു ജീവിതത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു നുത്ഫത്തായി, പിന്നെ അലക്കത്തായി, പിന്നെ ഒരു തിഫിലായി പ്രസവിച്ചു, പുറത്തേക്ക് വരാതെ പ്രസവിച്ചു, പിന്നീട് വലുതായി, ഘട്ടഘട്ടമായി വലുതായി, ഒരു ശക്തി പ്രാപിച്ചു, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അങ്ങനെ പിന്നീട് ആ യുവത്വത്തെ പിന്നീട് കഴിഞ്ഞ് പിന്നെ വൃദ്ധനായി, വൃദ്ധന്മാരായി. ഇതാണ് സാധാരണ ഒരു മനുഷ്യന്റെ സൃഷ്ടിക്കുന്നത്. എന്നാൽ അങ്ങനെ തന്നെ എല്ലാവരും ആവണമെന്നില്ല. എല്ലാവരും വയസ്സന്മാരായിട്ട് മരിക്കുന്നൊന്നുമില്ല. എല്ലാവരും വയസ്സന്മാരായിട്ട് മരിക്കുന്നൊന്നുമില്ല. അല്ലാഹു പറയാണ്, നിങ്ങളിൽ ഈ മനുഷ്യന്മാരിൽ ഇതിനൊക്കെ മുമ്പേ മരിച്ചു. ഇതിനൊക്കെ മുമ്പേ മരിച്ചു. എവിടേക്കൊക്കെ മുമ്പേ മരിച്ചു എന്നാൽ വയസ്സാകുമ്പോൾ യുവാവാണോ അശുദ്ധത്വം, പിന്നെ ചുമല് തമിഴ് അശുദ്ധമാണ്, യുവാവാണ്, യുവത്താണ്. അതിന് മുമ്പേ മരിച്ചു. തോന്നൽ മരിച്ചു. പിന്നെ തിരിഞ്ഞിട്ട് കുട്ടിയാണ്, അതിന്റെ മുമ്പേ മരിച്ചു. അപ്പൊ ഏതൊക്കെ ഘട്ടം ഒരു മനുഷ്യൻ പിന്നിട്ട് വരുന്നുണ്ടോ അതിലെല്ലാം മനുഷ്യനുണ്ടാകും. അതിലൊക്കെ മുമ്പേ മരിച്ചു പോകുന്നവരുണ്ട്. മനുഷ്യന് ശരാശരി മനുഷ്യന്റെ ഒരു ആയുസ്സും അവന്റെ ജീവിതവുമാണ് അള്ളാഹു പറയുന്നത്. പക്ഷെ അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല, എല്ലാവർക്കും വയസ്സാകണമെന്നില്ല, എല്ലാവരും യുവാവാക്കണമെന്നില്ല, മനസ്സിലായി? എല്ലാവർക്കും ബഹുമാനം കിട്ടണമെന്നില്ല. അപ്പോൾ അതിനൊക്കെ മുമ്പ് എന്തായിരുന്നു? നിർമ്മിതമായ ഒരു അവധി നിങ്ങൾ എത്തിച്ചേരാൻ വേണ്ടിയാണ്. ഒരാളുടെ നിങ്ങൾ ചിന്തിക്കുവാനും വേണ്ടി, നിങ്ങൾ ചിന്തിക്കുവാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഞാൻ ആരാണ്, എന്നെ എന്തിന് സൃഷ്ടിച്ചു, എന്നെ സൃഷ്ടിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് എന്നൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയും ഒരു നിശ്ചിതമായ ഒരു അവധി വരെയാണ് നമ്മളൊക്കെ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുമാണ് അല്ലാഹു ഈ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് എന്നാണ്. ഇവിടെ ആയുസ്സാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. ഈ ആയുസ് കഴിഞ്ഞ് പിന്നീട് നമുക്ക് ഇനി അവധി വേറെ കാത്തിരിക്കുന്നുണ്ട്. ആ അവധിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ്. ആ അവധിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ആ എത്തിച്ചേരാനത് അപ്പൊ ഇതാണ്. ഇതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവന്റെ മുമ്പിൽ ഉണ്ടാകേണ്ട സംഗതിയാണ്. അപ്പൊ നമ്മളിങ്ങനെ നുത്ഫത്ത് വെറുതെ കേട്ടു പോകാനോ വായിച്ചു പോകാനോ അല്ല, മറിച്ച് നമ്മൾ ആരാണ്, നമ്മുടെ ജീവിതം എന്താണ്, നമ്മുടെ ആയുസ് എന്താണ്, നമ്മുടെ ഉൾപ്പലത് എന്താണ്, നമ്മുടെ കഴിവുകൾ എന്താണ് ഒന്നും അറിയാം. മഹാനായ പറഞ്ഞത്
അത് പിന്നീട് നേരം പറഞ്ഞിട്ട് പല പ്ലാൻ പദ്ധതിയും ഉണ്ടാകലാണ് അല്ലേ. ഈ ഉസ്താദ് മരിച്ചുപോയി, പള്ളിയിലെ ഇമാം ഖത്തീബ് മരിച്ചുപോയി. വേറെ കൂടെ ജോലി ചെയ്ത പിന്നെ അധ്യാപകൻ പറയുന്നത് അയാൾ നാട്ടിലേക്ക് തലേ ദിവസം നാട്ടിലേക്ക് പോയി. ഇദ്ദേഹം പിറ്റേന്ന് ചൊവ്വാഴ്ച രാവിലെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഇവിടെ ഇവിടെ നിന്നിട്ട് നാളെ പോകാൻ വിചാരിച്ചതാണ്. അപ്പോൾ നമ്മളൊന്നും വിചാരിക്കുന്ന പോലെ ഇല്ല. പോകാം, നാളെ പോകാം, മറ്റന്നാൾ പോകാം, എത്താം പോകാം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന പക്ഷത്തേക്ക് നമ്മൾ എത്തണം എന്നില്ല. ഈ ഒരു വലിയ ചിന്ത, ഈ ഒരു ഓർമ്മ നമ്മളിലേക്ക് ഇട്ട് തരികയാണ്. അത് നമ്മളെ അള്ളാഹുവിനെ ഉള്ളെടുക്കാൻ, നഷ്ടപ്പെട്ടാലും അതാണ് പ്രകൃതിക്കാരും പല വൈദ്യം പറയാൻ നിങ്ങളെല്ലാവരും പഠിച്ചണം അളക്കാതെ അള്ളാഹ് ഓടിക്കുകയാണ്. ആ ഓടിയാണ് ഈ കുടുംബം പറഞ്ഞത്. നമ്മൾ അള്ളാഹെ മറക്കും. ദിക്റില്ലാത്ത സമയം, അള്ളാഹ് ഓർക്കുന്ന സമയമാണ് ദിക്റിന്റെ സമയം. അപ്പൊ അതിലേക്ക് നമ്മൾ എന്താ ഇതൊക്കെ ഒരു വലിയ അള്ളാഹിനെ കുറിച്ചുള്ള ഈ പ്രശംസിച്ച് പ്രകീർത്തിച്ച് പറയുകയൊക്കെ അള്ളാഹിനെ ഓർമ്മയിൽ നിന്ന് അതുണ്ടാകണമെങ്കിൽ എന്തുമാണ്? ഹൃദയത്തിൽ നമുക്ക് ഈമാൻ തത്വമൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മുടെ നാവിലൂടെ അത് പുറത്തേക്ക്. നമ്മുടെ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് നമ്മുടെ നാവിലൂടെ പുറത്ത് വരിക. ഹൃദയത്തിൽ അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാവിലൂടെ പുറത്തേക്ക്. ഇനി അടുത്ത സന്ദേശം, അഞ്ചാമത്തേത്, സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം മനസ്സിലാക്കുക. സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം, അതാണ് അഞ്ചാമത്തേത്. സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം മനസ്സിലാക്കുക. ഒന്ന് തൗഹീദ്, രണ്ട് തൗഹീദ്, ആഹ്റത്ത്, മൂന്ന് റബ്ബ്, നാല് റബ്ബ്, ആഹ്റത്ത്, അഞ്ചാമത്തേത് സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം. അതാണ് അഞ്ചാമത്തേത്. ഖുർആനിൽ മനുഷ്യൻ എന്നൊരു അധ്യായത്തിനുണ്ട്. മനുഷ്യൻ എന്നൊരു അധ്യായത്തില് ഏതാ അധ്യായം? സൂറത്തുൽ ഇൻസാൻ. എത്രാമത്തെ സൂറത്ത്? 75. അതാണ് നമുക്ക് പഠിക്കാം. 75-ാമത്തെ സൂറത്തുൽ ഇൻസാൻ. സൂറത്തുൽ ഖിയാമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സൂറത്തുൽ ഖിയാമയിൽ അല്ലാഹു തആല മനുഷ്യന്റെ പിന്നെ മാനസികമായ ഒരു അവസ്ഥയെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തുടങ്ങുന്ന ഒരു സൂറത്താണ്. അതായത് എപ്പോഴും മനുഷ്യന്റെ മനസ്സ് ലവ്വാമയായിരിക്കും, ആക്ഷേപിക്കുന്ന മനസ്സാണ്. ആ മനസ്സിനെ കൊണ്ട് സത്യം ചെയ്തിട്ടാണ് ഈ സൂറത്ത് പറഞ്ഞത്. എല്ലാ ആക്ഷേപകാരിയായ മനുഷ്യന്റെ മനസ്സിനെ കൊണ്ട് തന്നെയാണ് സത്യം. ആക്ഷേപകാരിയായ മനുഷ്യന്റെ മനസ്സിലാണ്. അത് എല്ലാവർക്കും ചിന്തയാണ്. ഈ നഫ്സുൽ ലവ്വാമ, നഫ്സുൽ അമ്മാറത്തുൽ ബിസ്സൂഇ, നഫ്സുൽ മുത്മഇന്ന, നഫ്സുൽ ലവ്വാമ, അങ്ങനെ 5 തരം മാനസികമായ മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് ഖുർആൻ പറയുന്നു. അതിൽ പെട്ടതാണ് ആക്ഷേപകാരിയായ മനസ്സ് പറയുക എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും. നമ്മളെ തന്നെ പല കാര്യങ്ങളിലും നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും. അങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ പോലും ആ മനസ്സ് ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ പലപ്പോഴും നമ്മൾ ശ്രമിക്കാറില്ല. ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ, ഞാൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നും. 1-ാം ക്ലാസ്സിൽ പോയിരുന്നെങ്കിൽ, മടി കാണിച്ച് ഇരിക്കാതിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ മനസ്സിൽ തോന്നും. അല്ലെങ്കിൽ ആ നമസ്കാരം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ജമാഅത്ത് പോകില്ലായിരുന്നു എന്നൊക്കെ നമ്മുടെ മനസ്സിനെ വരും. എന്നാൽ ആ ആക്ഷേപകാരിയായ മനസ്സ് നമുക്ക് പ്രയോജനപ്പെടാതെ പോകുന്നു. അപ്പൊ അത് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു ഇൻസാനും അല്ല മനുഷ്യൻ വിചാരിക്കുന്നത് അവന്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന് അവൻ വിചാരിക്കുന്നുണ്ടോ? കാരണം മനുഷ്യൻ പിന്നെ എങ്ങനെ മനുഷ്യൻ കിട്ടാതെ ഇനി ഒരു 6 മീറ്റർ അല്ലെങ്കിൽ ഒരു 10-12 അടി മണ്ണിന്റെ ചോട്ടിൽ പെട്ട് ഏത് ദേശീയ വാങ്ങിയിട്ട് കിട്ടാതെ അങ്ങനെ കിട്ടാത്ത കുറേ വൈദ്യുതികളുണ്ട്. അതൊക്കെ അവിടെ കിടന്ന് മണ്ണോട് ചൂടായി ചെയ്യും. ഒരു കവറ് പോലും ഇല്ല, ഒരു തുണി പോലും ഒരു 3 കഷ്ണം കുളിപ്പിച്ച് 3 കഷ്ണം തുണിയിൽ കഫൻ ചെയ്തിട്ടുണ്ട്.
നേരെ വീട്ടിൽ കിടന്ന് മരിച്ചു. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ കാണാൻ സുഖമില്ലാതെ നല്ലോണം പരിചരിച്ചു. അങ്ങനെ മരിച്ചു. മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഒക്കെ ചെയ്ത് കബർസ്ഥാനിൽ പോയി. കബറ് നമ്മുടെ നാട്ടിലൊക്കെ എൻ്റെ നാട്ടിലൊക്കെ ഇവിടെ ഇങ്ങനെ നമുക്ക് അറിയാം. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഒരു അകക്കബറും ഒരു മേൽക്കബറും ഉണ്ടാവും. അപ്പോൾ ആ മേൽക്കബറിൽ കയറി അകക്കബറിലേക്ക് മയ്യത്ത് ഇറക്കി വെക്കും. ആ അകക്കബറിലേക്ക് മയ്യത്ത് ഇറക്കി വെക്കുമ്പോൾ ഒരു തുള്ളി മണ്ണക്കാരൻ ഈ കബറ് കിടക്കുന്ന ആളെടുത്തുനിന്ന് ഈ മയ്യത്തിന് നേരത്തെ കൊണ്ടുപോയാൽ വലിയ പ്രശ്നമാണ്. മേൽക്കബറിൽ നിന്നിട്ട് അകക്കബറിലേക്ക് മയ്യത്ത് ഇറക്കി വെക്കുമ്പോൾ ഈ മേൽക്കബറിൽ മണ്ണാണെങ്കിൽ മേൽക്കബറിലുള്ള മണ്ണാണെങ്കിൽ ആൾക്കാരൊക്കെ കൂടി അപ്പോൾ മയ്യത്ത് ഇറക്കി വെക്കുന്ന ഒരു പണിക്കാരുണ്ടാവില്ല. ആ പണിക്കാരൻ്റെ കയ്യിൽ നിന്ന് ഒരു മണ്ണിന്റെ തയ്യോ ഈ മയ്യത്ത് കബറിൽ കൂടുതൽ വെക്കുന്ന മുമ്പ് ആ മയ്യത്തിന്റെ കഫൻ ചെയ്ത മേലക്കാൻ ഒരു കുടുംബ പണ്ടെങ്ങാനും അതിന്റെ മേലത്ത് വീട് പോയാൽ എല്ലാവരും കൂടി വേണം പോകും. നിങ്ങൾ ആലോചിച്ചു ആത്മ സംഭവം നമ്മൾ മേലെല്ലാം പലക വെച്ചു അല്ലെങ്കിൽ കല്ല് വെച്ചു അങ്ങനെ അടിക്കവരും മണ്ണിട്ട് ഫില്ല് ചെയ്ത് പോകും. ഈ ഒരു തുള്ളി മണ്ണ് നിങ്ങളുടെ പേരിൽ മയ്യത്ത് കവർ ഇറക്കി വെക്കുന്ന അയാളെ നോക്കി നമ്മൾ ആലോചിച്ചു. എത്രയോ മയ്യത്തുകൾ മണ്ണിന്റെ അടിയിൽ കിടക്കുകയാണ്. അരക്കവറും മേൽക്കവറും കൊടുക്കുന്നത് ഞാൻ തന്നെ എന്താണ് മണ്ണാണ്. ഈ അവസ്ഥ മനുഷ്യൻ അപ്പൊ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്താർക്കും അറിയാം. അള്ളാഹു നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. എങ്ങനെ നമ്മൾ മരിച്ചുപോയി നമ്മുടെ പണ്ട് ചെയ്താലും ഈ മനുഷ്യന്മാർക്കൊക്കെയും ഒരു തിരിച്ചു വരവുണ്ട്. അതാണ് ലക്ഷ്യം. ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു തിരിച്ചു വരവുണ്ട്, മടക്കമുണ്ട്. ഇതല്ല ഈ ജീവിതത്തിന്റെ ലക്ഷ്യം. ഈ ജീവിതമല്ല. ഇതെത്ര പറയും? ഈ ജീവിതത്തിന്റെ ലക്ഷ്യം ഈ ജീവിതമല്ല. ഇത് പറഞ്ഞ ആൾക്കാർക്ക് കുഴപ്പമില്ല. ഈ ജീവിതത്തിന്റെ ലക്ഷ്യം ഈ ജീവിതമല്ല. ഈ ജീവിതത്തിന്റെ ലക്ഷ്യം വരാനിരിക്കുന്ന ജീവിതമാണ്. ഇത് അള്ളാഹുവിനെ ആവർത്തിച്ച് ബോധ്യപ്പെടുന്നത്. ഈ ജീവിതത്തിന്റെ ലക്ഷ്യം വരാൻ പോകുന്ന ജീവിതമാണ്. മനുഷ്യന്റെ ഒറിജിനൽ ജീവിതം മനുഷ്യന്മാർ തുടങ്ങിയിട്ടില്ല. മനുഷ്യന്റെ ഒറിജിനൽ ജീവിതം തുടങ്ങിയിട്ടില്ല. ആ ഒറിജിനൽ ജീവിതം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു പരീക്ഷണ കാലഘട്ടമായത് എല്ലാവരും മനുഷ്യനെ ചിന്തിക്കും. അപ്പൊ നമ്മളെ ശ്രദ്ധിച്ച ലക്ഷ്യം, നമ്മളെ സിദ്ധിന്റെ ലക്ഷ്യം, നമ്മളെ സിദ്ധിന്റെ ലക്ഷ്യം സമാധാനപൂർണമായ സുന്ദരമായ സന്തോഷകരമായ പ്രയാസങ്ങളില്ലാത്ത ടെൻഷനില്ലാത്ത ഒരു ജീവിതം. എല്ലാവരും കൊതിക്കണില്ലേ? സ്വർഗത്തിലെ തോട്ടങ്ങളില്ലേ? ഉണ്ടോ? കുന്നുകളില്ലേ? ഉണ്ട്. അരുവികളില്ലേ? ഉണ്ട്. അരുവികൾ ഒഴുകുന്നില്ലേ? ഇല്ലേ? 5 തരം നദികൾ വിടാൻ പറഞ്ഞില്ലേ? സ്വർഗത്തിൽ ഒഴുകുന്നില്ലേ? കുന്നുകളും മലകളും താഴ്വരകളും സ്വർഗത്തിലേക്ക് ഇല്ലേ? അവിടെ ഉരുൾപൊട്ടലുണ്ടാവും. ഉരുൾപൊട്ടൽ പിടിക്കണം സ്വർഗത്തിൽ വേണ്ട. അവിടെ ഉള്ളത് ഫ്ലാറ്റുകളല്ലേ? അല്ലേ? ഫ്ലാറ്റുകൾ മുകൾക്കൂടിയും അഭിനയത്തിൽ നിർമ്മിക്കപ്പെട്ട ഫ്ലാറ്റുകളല്ലേ? അത് പിന്നീട് കൊണ്ട് തകർന്ന് പേടിക്കണം വേണ്ട. അവിടെ ഇഷ്ടംപോലെ പഴവർഗ്ഗങ്ങളില്ലേ? ഏതെങ്കിലും ഒരു പഴവർഗ്ഗം ഞാൻ തിന്നാലും ഇപ്പൊ വരുമ്പോൾ പേടിക്കണ്ട. ഇഷ്ടംപോലെ മാംസം ഉണ്ട്. അതെന്തെങ്കിലും തിന്ന കൊളസ്ട്രോൾ വർദ്ധിക്കുമ്പോൾ പേടിക്കണ്ട. ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചൂടെ? എത്രയും കഴിച്ചൂടെ? ഈ ബാത്റൂം പോകേണ്ടി വരുമ്പോൾ പേടിക്കണം. ആ പരിപാടി അവിടെ ഇല്ല. അപ്പൊ ഇത് മനുഷ്യനെ കൊതിക്കുന്ന ഒരു ജീവിതമാണ് അല്ലെ? ഇപ്പൊ ഇവിടെ അള്ളാനെ കളിയാകുന്ന ആൾക്കാർ, അള്ളാനെ പരിഹസിക്കുന്ന ആൾക്കാർ, ഇതൊക്കെ ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാക്കപ്പെട്ട ദൈവം കൂടെ പോയെന്ന് ചോദിച്ച ആൾക്കാർ, ആ ആൾക്കാർ അറിയാതെ പോകുന്ന മനസ്സിലാക്കാതെ പോകുന്ന സത്യങ്ങളാണ് ഇപ്പൊ അവിടെയൊക്കെ. അവർ ചിന്തിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് ഇപ്പൊ അവിടെയൊക്കെ. ഈ ദുനിയാവിലെ ജീവിതം ആസ്വദിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞിട്ടല്ല പടച്ചോൻ ദൈവം മനുഷ്യനെ പഠിച്ചതെങ്ങനെ? ഈ ജീവിതം തീക്ഷ്ണമായ പരീക്ഷണം തന്നെയാണ്. ആ പരീക്ഷണത്തെ പരീക്ഷണമായി കണ്ടു തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആരെ പഠിച്ചത്? മനുഷ്യൻ പഠിച്ചത് അല്ലെ? ഇവിടെ മരിക്കാതെ കാലാകാലം ജീവിക്കണം ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ടോ? ഞങ്ങൾക്ക് വേറെ മരിച്ചാൽ മതി ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. സാധാരണഗതിയിൽ സന്തോഷകരമായ ഒരു പ്രയാസമില്ലാതെ ജീവിതം പറയുന്ന എന്നും നല്ല ഹാപ്പി ആയിരിക്കണം, എന്നും ഈ യുവത്തുണ്ടാകണം, മുടി നനയ്ക്കരുത്, വാർദ്ധക്യമുണ്ടാകരുത്, ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കാൻ. എങ്കിൽ ഈ ആഗ്രഹങ്ങളെല്ലാം ഈ താല്പര്യങ്ങളെല്ലാം നടപ്പിലാകുന്ന ഒരു ലോകം മനുഷ്യൻ വരാനുണ്ട്. ഈ പറഞ്ഞതൊക്കെ തരുന്ന ലോകം വരാനുണ്ട്. രോഗങ്ങളില്ലാത്ത
മനുഷ്യൻ. അതാണ് ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ സൂറത്തിൽ ഞാൻ പറഞ്ഞു വന്നിട്ട് ഈ സൂറത്തിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു സുഹൃത്തിയാമേ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അവസാനം അല്ലാഹു തആല പിന്നെ ലാസ്റ്റ് ഭാഗത്ത് ഖുർആൻ പഠിക്കണം. ഖുർആൻ പഠിച്ചാലേ പറ്റുള്ളൂ, ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ഖുർആൻ നിങ്ങൾ പിൻപറ്റൽ ഭക്തമി ഖുർആൻ ഇതാ കളത്തിൽ ഖുർആൻ ഭക്തൻ ഇതാ കളയില ഭക്തമി ഖുർആൻ സുബ്ബൈന അലൈന ബയാന എന്നൊക്കെ പറഞ്ഞ് ഈ ഖുർആൻ പഠിപ്പിക്കുന്നതിന്റെ ഖുർആൻ വായന ഖുർആന്റെ പഠനം ഇതിന്റെയൊക്കെ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നിട്ട് ആരെങ്കിലും ഒരു മനുഷ്യനായിട്ട് അവസാന രംഗം എന്താ പറയുക മരിക്കുന്ന സമയത്ത് കല്ല എന്ന വലകത്തെ തറാമയെ വക്കീല എത്തി അവൻ പോവുകയാണെങ്കിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് പോവുകയാണെങ്കിൽ തിരിച്ചു തരവില്ല എന്നൊക്കെ അവൻ ബോധ്യപ്പെട്ട് ആര് രക്ഷിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ കണക്കാരുമായി കൂടിപ്പിണയുന്ന മരണത്തെ രംഗത്തൊക്കെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അവസാന 36-ാമത്തെ ആയത്ത്. ആ 36-ാമത്തെ ആയത്ത് അത് പറയാണ് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവൻ വെറുതെ വിട്ടേക്ക് വരുന്നു. മനുഷ്യനെ വെറുതെ ശ്രദ്ധിച്ചതാണ് എന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ? മനുഷ്യനെ വെറുതെ വിട്ടേക്ക് എന്ന് കരുതുന്നുണ്ടോ? വെറുതെ അവനെ വിട്ടേക്കുമെന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ? ഇവിടെ അവർ ചോദിക്കുന്ന ചോദ്യമാണ് അവൻ ശ്രമിക്കപ്പെടുന്ന ശുക്ലത്തിൽ നിന്നുള്ള ഒരു ബീജമായിരുന്നില്ലേ മനുഷ്യന്റെ ഒരു ബുദ്ധിഫത്തായിരുന്നില്ലേ? മനീയെന്നുള്ളത് ശുക്ലമാണ്. പുരുഷന്റെ പിന്നെ ലൈംഗിക ബന്ധം നടക്കുമ്പോൾ ശ്രമിക്കുന്ന ശുക്ലത്തിനാണ് മനീയ എന്ന് പറയുന്നത്. ആ മനീയിലെ ഒരു തുള്ളി ശുക്ലത്തിൽ 1000-കണക്കിന് ബുദ്ധിഫത്തുകൾ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു ബുദ്ധിഫത്താണ് സ്ത്രീയുടെ അംഗവുമായി കൂടി വെച്ച് നേരത്തായിട്ട് മാറുന്നത്. അത് നമുക്കറിയാവുന്ന കാര്യം. അതാ പറയാം ശ്രമിക്കുക. കാരണം ഈ ഒരു ശുക്ലത്തിന് ഒരു നിശ്ചിത പവറിൽ അത് ശ്രമിക്കുമ്പോൾ മാത്രമേ സന്താനോത്പാദനത്തിന് സാധ്യതയുള്ളൂ. ഒരു കുട്ടി ഉണ്ടാവണമെങ്കിൽ ഋതുഫത്തുണ്ടായ മാത്രം ബീജണ്ടായ മാത്രം പോരാ. ബീജം ശ്രമിക്കുന്ന സ്ഥലത്തും ഇന്ന് സയൻസ് കണ്ടുപിടിച്ച ഇന്ന് നമ്മൾ ഡോക്ടർമാരെ കണ്ടുപിടിച്ച ഡോക്ടർമാരുമാണ് പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന ഈ കാര്യം ഇതൊന്നും ഇത്രമാത്രം ശാസ്ത്രം പുരോഗമിക്കാത്ത കാലഘട്ടത്തിലാണ് അള്ളാഹു റസൂൽ പലപ്പോഴും മനസ്സിലാക്കുന്നത്. ഇത് അള്ളാഹുവിനെ മനുഷ്യനെ പഠിച്ച റബ്ബിന്റെ വാക്കാണ് ഖുർആൻ എന്ന് കൂടി നമുക്ക് ബോധ്യപ്പെടുന്നതായത് കൂടിയാണ്. അതാണ് മനീയനെ ഋതുഫത്തിൽ എന്ന് പറയാതെ അത് ശക്തിയായി ശ്രമിക്കുന്ന. കാരണം ഒരു ബീജം ശ്രമിക്കുമ്പോൾ അതിനൊരു പവർ വേണം. ആ പവർ ഇല്ലാതിരിക്കുന്നത് കുട്ടികൾ ഉണ്ടാകാതിരിക്കാൻ കാരണം പവർ പലപ്പോഴും ബീജം കുത്തിവെക്കേണ്ടതാണ്. ബീജം കുത്തിവെക്കേണ്ടത് ഈ ശുക്ലം ശ്രമിക്കുന്ന സമയത്ത് പവർ കുറവുണ്ടാണ്. ഇതിന് ഈ പവർ നേരമായി പറയുകയാണ്. അള്ളാഹു തന്നെ കരാറുകൾ പറഞ്ഞു തരുന്നത് അതിന്റെ പ്രത്യേകത വലിപ്പമാണ്. ഇതെല്ലാം പറയാണ്. പിന്നെ അത് പൂർണ്ണമായി മാറി അവനെ നാം ശക്തിച്ച് ശരിപ്പെടുത്തി സംവിധാനിച്ചു. പിന്നെ അവരെ ഒരു ആളും പൊട്ടി എന്നീ 2 നിലക്ക് അവർ നാം ഈ മക്കളെ അവർ ശ്രദ്ധിക്കുകയും അതിനെ നാം ഉണ്ടാക്കുകയും ചെയ്തു. എന്നിട്ട് അവർ ചോദിക്കുന്ന ചോദ്യമാണ് അങ്ങനെയുള്ള റബ്ബ്, ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ച റബ്ബ് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവരല്ലയോ? ഇങ്ങനെയൊക്കെ സംവിധാനിച്ച റബ്ബ് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവരല്ലയോ എന്ന് ചോദിച്ചിട്ടാണ് അല്ലാഹു തആല ഈ ആയത്ത് അവസാനിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഈ 2 സന്ദേശങ്ങളാണ്. ഒന്ന് മുമ്പും ആഹ്റവും, അടുത്തത് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം. ഈ 2 പോയിന്റാണ് ഇന്ന് നമുക്ക് പഠിക്കാറ്. ഇനിയും ബാക്കി പിന്നെ ഈ സന്ദേശങ്ങൾ ഇൻഷാ അല്ലാഹ് 5 നമുക്ക് ബാക്കി നിൽക്കുന്നുണ്ട്. അത് നമ്മൾ അടുത്ത പോയിന്റിലേക്ക് കടന്ന ടൈം ഉണ്ടാവില്ല. അത് കുറച്ച് കൂടുതൽ വായിക്കേണ്ട, കൂടുതൽ ആയത്തുകൾ പരിശോധിക്കേണ്ട ഒരു പോയിന്റാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അപ്പൊ ഏതായിരുന്നാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏത് ചെറുതും വലുതുമായ
ജീവിക്കേണ്ടതിന്റെ ഭൂതമായി ജീവിക്കാതെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയൊക്കെ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്ന ആയത്തുകളാണ് കഴിക്കുന്ന ആയത്തുകളൊക്കെ. നമ്മൾ പഠിക്കുന്ന സൂറത്തുൽ മുഅ്മിനൂനാണ്. സൂറത്തുൽ മുഅ്മിനൂനിന്റെ ഒന്നാമത്തെ ആയത്താണ് മുഅ്മിനായി മരിച്ചവരൊക്കെ വിജയിക്കുക. ഒരാളെ മുഅ്മിനാണെന്ന് തീരുമാനിക്കുന്ന സമയമാണ് മരിക്കുന്ന സമയം. മരിക്കുന്ന സമയം തീരുമാനമുള്ളവരാണ് ഒരാൾ. ഈ സൂറത്തിൽ എന്താ പറയുന്നത്? ഒരു മനുഷ്യന്റെ ഈമാൻ നഷ്ടപ്പെടാതെ ജീവിച്ച് മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കുക. എവിടെ വെച്ച് എങ്ങനെ ഏത് സന്ദർഭത്തിൽ ഏത് രൂപത്തിൽ എങ്ങനെ മരിക്കാനും കഴിയും. മനുഷ്യൻ നമ്മളൊക്കെ അത് പ്രതീക്ഷിക്കുന്ന ആൾക്കാർ. ഒരു മടക്കം നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ ഐസിയിലാവും, ചിലപ്പോൾ വീട്ടിലാകും, ചിലപ്പോൾ ഏതിന്റെ റോട്ടിൽ ഏതിന്റെ വാഹനത്തിന്റെ ചോട്ടിലാകും. എവിടെ ഒന്നും പറയാൻ പറ്റില്ല. എങ്ങനെ നമ്മൾ തിരിച്ചു പോകാനുള്ള ഒരു തിരിച്ചു പിടിയെ നമ്മളെപ്പോഴും കാത്തിരിക്കുന്നു. എപ്പോഴും ശ്രദ്ധിച്ച് വിട്ടവർക്ക് പടച്ചു വിട്ടവർക്ക് മുഖത്തെ തന്നവർക്ക് ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഉള്ള മക്കളെ സ്വന്തം മുതലൊക്കെ തന്നവർക്ക് നമ്മളെ തിരിച്ചു വിളിക്കും. ആ വിളിയെ നമ്മൾ കാത്തിരിക്കുക. അത് എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ നമുക്ക് ആർക്കും അറിയാം. ആ വിളിക്ക് ഉത്തരം നൽകേണ്ട തീരുമാനം കൂടിയായിരിക്കണം. ആ വിളിക്ക് നമ്മൾ ഉത്തരം കൊടുത്ത് പോകേണ്ട തീരുമാനം കൂടിയായിരിക്കണം. ആ ഈമാൻ നിലനിർത്താൻ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്താണെന്നതാണ് കൊടുക്കാൻ. അതാണ് നമ്മൾ പറഞ്ഞത്. വലിയ തലയും പറയാത്തവും സാധുത്വവും ഈമാന. ആയത്തിൽ ഓടി കേൾപ്പിക്കപ്പെടുമ്പോൾ വർദ്ധിക്കുന്ന കാര്യമാണ് ഈമാനം. അപ്പൊ ആയത്തിൽ കേൾക്കണം, ആയത്തിൽ പഠിക്കണം, അത് പഠിക്കുന്ന സ്ഥലത്ത് വരണം, അത് ഉപയോഗപ്പെടുത്തണം. എങ്കിൽ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും. അങ്ങനെ നമ്മൾ മരണപ്പെടുമ്പോൾ ഈമാനോടുകൂടി അല്ലാതെ തൃപ്തിയിൽ മരണപ്പെട്ടു പോകാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അറിയില്ലായ്മ നമുക്ക് തെറ്റുകുട്ടികൾ പ്രധാനം ചെയ്യുന്നത് അള്ളാഹുവിന്റെ കലാമിന്റെ ഈ പഠനം നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ, ഖുശൂ വർദ്ധിക്കാൻ, തഖ്വ വർദ്ധിക്കാൻ അള്ളാഹു കാരണമാക്കി കിട്ടുമാറാവട്ടെ. എല്ലാവരും യാതൊരു അള്ളാഹു നമ്മുടെ എല്ലാവരും കാത്തിരിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان